ഹലോ എവരിവൺ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോവാണ്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു വനവാസമൊക്കെ കഴിഞ്ഞിറങ്ങിയൊരു ഫീലിംഗ് ആണ്. കാരണം ഇത്ര നാളും നല്ല വിൻ്റർ ആയിരുന്നു. വിൻ്റർ കഴിഞ്ഞ് പിന്നെ ഏപ്രിലേക്ക് കിടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വെതറായിരിക്കും. ലൈക്ക് മഴയുണ്ടാവും, മഞ്ഞുണ്ടാവും, കുറേ കഴിയുമ്പോൾ വെയിലുണ്ടാവും. അപ്പം മൊത്തത്തിലൊരു കുഴഞ്ഞ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിപ്പോൾ മെയ് ആയപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വന്ന് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ, തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ ചെറുതായിട്ട് വന്നിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലിരുന്ന് കുടിക്കേണ്ട കാര്യമേ ഉള്ളൂ, പക്ഷേ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കാനും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമല്ലേ. അതുകൊണ്ട് നമ്മൾ വന്നതാണ്. എൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം കാണുന്നവരൊക്കെയാണെങ്കിൽ ഏകദേശം ഇവരെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് ശ്രീലക്ഷ്മി, പിന്നെ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് ശ്രീകാന്ത്, പിന്നെ രാഹുലുണ്ട്, മിനു ഉണ്ട്. അപ്പം പിന്നെ മെയിൻ ആളെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ മെയിൻ കഥാപാത്രം ശ്രീലക്ഷ്മിയുടെ കുട്ടിയാണ്, അതായത് നൈതിക. അപ്പം എനിക്ക് തോന്നുന്നു ഈ വ്ളോഗിലത്തെ മെയിൻ ക്യാരക്ടറും അവൾ തന്നെയായിരിക്കും. കാരണം രസമാണ് അവളുടെ ഒപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണത് ഒട്ടും അറിയില്ല. പിന്നെ ആകെ ഒരു കഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വന്നിട്ട് പരിപ്പോടെയും അതുപോലെ കേക്കും മിനു നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പം മിനു ഉണ്ടാക്കിയ കേക്ക്, പിന്നെ ശ്രീലക്ഷ്മിയുടെ ഒക്കെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം വാവയ്ക്കും അത്ര അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അത് മാത്രമേ പ്രശ്നം. പിന്നെ അവൾക്ക് ഇപ്പം അത്ര അങ്ങോട്ട് ബോധം വെക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ചോദിക്കാൻ തുടങ്ങുമായിരിക്കും. അപ്പം അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ വെയിലല്ല കേട്ടോ, ഒരു ചെറിയൊരു ചൂടും പക്ഷേ അത്യാവശ്യം തണുപ്പുള്ളൊരു ക്ലൈമറ്റുമാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അപ്പം അതും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല സുന്നത്ത് കാണാൻ. ഇനി ഇത് എന്താണ് ഐസ്ക്രീം. എവിടെ വെള്ളക്കരച്ചില് ഇവിടെ ഹായ് ഞാൻ കൊച്ചിനപ്പം മിനുവിനെ വൈറലാകട്ടെ. എന്താ അഭിപ്രായം? ഇവളുടെ വീട്ടിലൊരു പട്ടിയുണ്ട്, അതാണ്. ഞാൻ ഇവിടെ ജൂലൈ സമയത്ത് നബാഡാന്നൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ എല്ലാരും ഈ വഞ്ചി തുഴയണ എന്തെങ്കിലും ആണോ? അല്ലല്ലേ, തുഴയും. എല്ലാരും ഇതിന്റെ അകത്തായിരിക്കും, സ്വിമ്മിങ്ങും. പിന്നെ ട്യൂബ്സ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കണ ട്യൂബിലെ എയർ നിറച്ചിട്ടുള്ളത്, അത് ട്യൂബിന് പകരം. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയണമെന്ന് ആലോചിച്ചായിരുന്നു. അതായത് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫൊക്കെ കണ്ടിട്ട് മൈൻഡിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാക്കി വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നത് വെച്ചിട്ട് ഒരിക്കലും ഇത് അനലൈസ് ചെയ്യരുത്. ലൈക്ക്
ഇവിടെ ഭയങ്കര അടിപൊളിയാണ്, ഇവിടെ എപ്പോഴും ഭയങ്കര സെറ്റപ്പാണ്, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നമ്മളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലൈഫ് പല പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളപോലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട്. നമ്മളതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. എനിക്കറിയാം ഒട്ടുമിക്കവർക്കും ഇതൊക്കെ അറിയാൻ പറ്റും, പക്ഷെ അങ്ങനെയൊക്കെ റിയലൈസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ചില മെസ്സേജൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചിലപ്പം പലരും പല കോൺസെപ്റ്റിലായിരിക്കുമല്ലോ പലതും എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും പല രീതിയിൽ ലൈഫ് പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ വ്ളോഗിൽ അങ്ങനെ എല്ലാം കാണിക്കുന്നില്ലല്ലോ. ലൈക്ക് ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം ഫുൾ ഹാപ്പനിങ് ആയിരിക്കും, ഫുൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഞാനും വിചാരിക്കുന്നില്ല ലൈക്ക് ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, ഇത് കാണുന്നത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്തിനാ ശോകം പറയുന്നത് അല്ലേ? അതുകൊണ്ട് ജസ്റ്റ് ഞാനിതൊന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. വെച്ചിട്ട് നമുക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്താണ്, നമുക്കൊരു പാരലൽ ലൈഫ് കൂടി ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുന്നു അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഞാൻ ഈ കാവടി തുള്ളി പോകുന്നത് ആ ഫ്ലവേഴ്സൊക്കെ ഉള്ള ആ ട്രീയിലെ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നൊരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉദ്ദേശിച്ചത്ര അങ്ങോട്ട് വന്നില്ല, എന്നാലും തിരക്കേടില്ലാണ്ട് കിട്ടി. കാരണം ഇത് ഒരുപാട് ട്രീസ് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഒറ്റ ട്രീയിൽ നിന്നിട്ട് നോക്കി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇപ്പോൾ അതിൻ്റെ പൂക്കൾ മാത്രമേ കാണാനുള്ളൂ. ഈ ഒരു സംഭവം ജപ്പാനിലൊക്കെ സക്കൂര എന്നാണ് ഈ ട്രീനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ പൂക്കളെയൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് അതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ചെറി ബ്ലോസം എന്ന് മാത്രമേ ഇവിടെ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് മൊത്തത്തിലൊരു അടിപൊളി ഡേ ആയിരുന്നു. നമ്മളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ തന്നെയുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മൾ സക്കൂര ട്രീസൊക്കെ കണ്ട്, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ചൂസ്. ഇത് നല്ലൊരു ആംഗിളാണ് ആക്ച്വലി. അയ്യോ, ആരും മുകളിലേക്ക് കണ്ട, തല മാത്രം മതി.